ഹായ്. അപ്പോൾ കുക്കിനെയും കൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്സിലാണ് കേട്ടോ, ചണ്ഡീഗഡ് എന്നുള്ളതാണ്. ഞങ്ങൾ അംബാലയിൽ നിന്നാണ് കയറിയത്. ഞങ്ങൾക്ക് ക്യാബിൻ കിട്ടി. ഞങ്ങൾ CROക്ക് റിക്വസ്റ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു ക്യാബിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ 4 ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഞങ്ങൾ 3 ആളാണുള്ളത്. ഞങ്ങൾ 4 ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ നമുക്കൊരു ക്യാബിനെല്ലോട്ടൊക്കെ ആയിട്ട് അപ്പം ഇതാ നമ്മൾ സ്വസ്ഥമായിട്ട് ഇതാക്കി കിടക്കുന്നുണ്ട്. ബെഡ്ഷീറ്റൊക്കെ ഞങ്ങൾ തന്നെ കൊണ്ടുവന്നു. പില്ലോ കവറൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇനിയിപ്പം നമ്മളെ കൊണ്ട് വേറെ ആർക്കും ബുദ്ധിമുട്ട് വേണ്ട വെച്ചിട്ട് അപ്പം കുക്കിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പാർസലിൻ്റെ ഒരു ടിക്കറ്റ് എടുക്കണം. അത് ഒന്നുകിൽ സ്റ്റേഷനിൽ പോയിട്ട് 3 മണിക്കൂർ മുന്നേ പോയിട്ട് എടുക്കണം, അതല്ലെങ്കിൽ ഓൺലൈനിൽ എടുത്താൽ മതി. ഇപ്പോൾ ഓൺലൈനിൽ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ വെയിറ്റ് ഒന്നും നോക്കാൻ കഴിയില്ല. അപ്പോൾ 60 കിലോൻ്റെ ചാർജ് വരും. അതായത് 1000 സംതിങ് വരും കേട്ടോ ടിക്കറ്റിന്. പാർസൽ ഓഫീസിൽ പോവുകയാണെങ്കിൽ അധികമൊന്നും വരില്ല, ഇത് ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. അപ്പം അംബാല കഴിഞ്ഞു. ഇത് ഇവിടുത്തെ കാഴ്ച ക്യാബിൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് AC ഇങ്ങനെ മേലെ ഒരു ഇതുണ്ട്, ബർത്തുണ്ട്, പിന്നെ കയറാനുള്ള സ്റ്റെപ്പ്, പിന്നെ ഒരു കണ്ണാടി ഉണ്ട്, പിന്നെ 4 ചാർജിങ് പോയിന്റുകളുണ്ട്, റീഡിങ് ലൈറ്റ് ഉണ്ട്, പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഡസ്റ്റ്ബിൻ 2 ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ടേബിൾ പോലെ ഉണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ തന്നെ കിടക്കുകയാണ്. പിന്നെ ഒരു ഇതുണ്ട്, ആ സാധനമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചെറിയ ഒരു സ്റ്റോർ പോലെ ഉണ്ട്. അപ്പം ഇതാണ് ക്യാബിൻ്റെ ഉള്ളിൽ. പിന്നെ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ലോക്ക് ഉണ്ട് ഡോറിന്. പിന്നെ ലൈറ്റ് ഉണ്ട്, സ്പീക്കറുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ നാട്ടിലേക്ക് പോവാണ്. കുക്കി തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ കുരയ്ക്കൊക്കെ ആയിരുന്നു, ഒരു ടെൻഷനുള്ള പോലെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വല്ലാതെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതാകെ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പേടിക്കാൻ ഞങ്ങൾ പാനിക്കായ പോലെ. അപ്പോൾ ചൂടും ഒക്കെ കൂടെ ആയിട്ട് കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്, എങ്ങനെയാണ് ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെന്താ അപ്ഡേറ്റ് ചെയ്യാം. ഇത് ഞങ്ങൾ അംബാല റെയിൽവേ സ്റ്റേഷനിൽ കുക്കിയും ഞങ്ങളെല്ലാവരും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന വീഡിയോ ആണ്. കുക്കി കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആൾക്കാർക്കൊക്കെ കുറച്ചൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിനെ കണ്ടിട്ട്.